ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫലമ്മാ ദഖലു അലാ യൂസുഫ് ആവാ ഇലൈഹി അബവൈഹി വഖാല ദഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ അല്ലേ, അതാണ് വിശദീകരിച്ചത്. അതായത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബവും 70 ചില്ലാനം ആളുകളുണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടി, മക്കളും ഒരുപാട് ഇസ്രായേലിയർ അവർ കനാൻ ദേശത്ത് നിന്ന് മിസ്റിലേക്ക് വരികയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷണപ്രകാരം. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ എന്ത് ചെയ്യാണ്, അതിർത്തിയിൽ പോയിട്ട് സ്വീകരിക്കുകയാണ്. അതിന് ഫലമ്മാ ദഖലു അലാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ഇവർ കനാൻ ദേശത്ത് നിന്ന് വന്നവർ പ്രവേശിച്ചപ്പോൾ ആവാ ഇലൈഹി അബവൈഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പാപ്പനും ഉമ്മനി അവരെ ആശ്ലേഷിച്ചു, ആലിംഗനം ചെയ്തു. വഖാല ഉദ്ഖുലു മിസ്ർ, എന്നിട്ട് മാത്രമല്ല പറഞ്ഞു ഉദ്ഖുലു മിസ്ര, നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കുക, ഇൻഷാ അല്ലാഹ് ആമിനീൻ, നിർഭയരായിട്ട് എന്ന് പറഞ്ഞു. ആ വിഷയങ്ങൾ നമ്മൾ കുറേ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയിൽ എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ നടന്നത്, അതാണ് ഇനി ഈ ആയത്തിൽ പറയുന്നത്. നമുക്ക് ഈ ആയത്തിൻ്റെ ഭാഗം വിശദീകരിക്കാം. വറഫഅ അബവൈഹി അലൽ അർശ് വഖറു ലഹു സുജ്ജദ വഖാല യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ൽ ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖൻ വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ വജാഅ ബികും മിനൽ ബദു മിൻ ബഅദി അൻ നസഗ അശ്ശൈത്താനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. വറഫഅ അബവൈഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തി. ആരെ? അബവൈഹി, തൻ്റെ വാപ്പയെയും ഉമ്മയെയും. അബവൈഹി നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച, അബവാനി എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും. അബവൈഹി അദ്ദേഹത്തിൻ്റെ വാപ്പയെയും ഉമ്മയെയും. ഇവിടെ വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഉമ്മ ശരിക്കും ഖാലത്താണ് എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ റാഷേൽ, അല്ലെങ്കിൽ അവർ മരിച്ചിട്ടുണ്ട്, റാഹേൽ മരിച്ചിട്ടുണ്ട്. പിന്നെ ഖാലത്താണ്, ഖാലത്ത് എന്ന് പറഞ്ഞാൽ വാപ്പ പിന്നീട് കല്യാണം കഴിച്ച മഹദി, അത് അവരുടെ തന്നെ സഹോദരിയാണ്. റാഹേലിൻ്റെ സഹോദരി ലിയ അല്ലെങ്കിൽ റാഷേൽ, അവരാണ്. അവരിരുവരെയും മാതാപിതാക്കളെ അദ്ദേഹം ഉയർത്തി. എവിടെ ഉയർത്തിയത്? അലൽ അർഷ്, അർഷിന്മേൽ ഉയർത്തി. വഖറു ലഹു സുജ്ജദൻ, വഖറു അവരെല്ലാവരും വീണു, ലഹു അദ്ദേഹത്തിനായി എങ്ങനെ വീണു? സുജ്ജദൻ, സുജൂദ് ചെയ്തു, സുജൂദ് ചെയ്യുന്നവരായി. സാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവൻ, സുജ്ജദൻ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവർ. സാജിദ് എന്നതിൻ്റെ ബഹുവചനാണ് സുജ്ജദ്. വഖാൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അബതി, യാ അബതി എൻ്റെ പിതാവേ, യാ അബി, യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ൽ, ഹാദാ ഇത്, തഅ്വീലു റുയായ എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു, മിൻ ഖബ്ൽ മുമ്പ് കണ്ട സ്വപ്നത്തിൻ്റെ. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖ, ഖദ് ജഅലഹ ആ സ്വപ്നത്തെ ആക്കിയിരിക്കുന്നു, റബ്ബി എൻ്റെ റബ്ബ്, ഹഖ്ഖൻ സത്യമാക്കിയിരിക്കുന്നു, അത് സത്യമാക്കി പുലർത്തിയിരിക്കുന്നു. നമുക്കതുവരെ പറയാം, കുറച്ച് വിഷയങ്ങൾ കുറേ ഉള്ളൊരു ഭാഗമാണത്. ഇവിടെ ഈ വഖാല യാ അബതി, നമ്മൾ യാ അബത്ത് എന്നുള്ളത്, യാ അബത്തി, യാ അബി എന്നുള്ളത്, യാ അബത്തി എന്നുള്ളത് ബഹുമാന പുരസ്കാരമുള്ള വിളിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയായിരിക്കുമ്പോൾ വാപ്പാനെ വിളിച്ചത് എന്താ? യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലി സാജിദി. ചെറുപ്രായത്തിലാണ് അപ്പോൾ വിളിച്ചത് യാ അബത്തി എന്നാണ്. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വലുതായി നബിയായി, റസൂലായി, മലിക് രാജാവായി പരിലസിക്കുമ്പോഴും യാ അബത്തി അല്ലേ, വാപ്പാരെന്ന് വാപ്പാരന്നെ. മക്കൾ ഇനി എത്ര എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും
ആ ഒരു സ്ഥാനം അത് പിന്നെ മഹനിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിളി അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധയാണ്. ഇവിടെ വറഫ അബവൈഹി അലൽ അർഷ്. അർഷ് എന്താ? അർഷ് ഇവിടെ സിംഹാസനമാണ്. സിംഹാസനത്തിനാണ് അർഷ് എന്ന് പറയും. അർഷ് മേൽക്കൂരക്ക് പറയും. മേൽക്കൂരക്ക് എവിടെയാണ് പറഞ്ഞത്? എവിടെ പറഞ്ഞു മേൽക്കൂര? ഔകല്ലദി മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ. അർഷ് ഉറൂഷ്, അർഷിൻ്റെ ബഹുവചനാണ് ഉറൂഷ്. അവിടെ പിന്നെ ഒരു പട്ടണത്തിലൂടെ നടന്നപ്പോൾ ആ പട്ടണം അതിൻ്റെ മേൽക്കൂരയിൽ മറിഞ്ഞു വീണ് തകടം മറിഞ്ഞത് കണ്ടു എന്നാണ്. അർഷ് അതിന് പറയും. ഇവിടെ അർഷ് എന്ന് പറഞ്ഞെങ്കിൽ സിംഹാസനം. സിംഹാസനം സരീറുൽ മുൽക്ക്, രാജസിംഹാസനം, രാജാവിരിക്കുന്ന പീഠം. അതിന്മേൽ വാപ്പനെയും ഉമ്മയെയും എന്ത് ചെയ്തു? തൻ്റെ അടുത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. വഖറു ലഹു സുജ്ജദൻ, അവരെല്ലാവരും അദ്ദേഹത്തിന് സുജൂദിൽ വീണു എന്നാണ്. ഖറു ലഹു സുജ്ജദൻ. ഇവിടെ ഒരു വിഷയം, ഈ സുജ്ജദൻ ഉണ്ടല്ലോ, ഈ സുജൂദ് പിന്നെ ആർക്ക് എങ്ങനെ? ഈ ഖറു ലഹു അവർ വീണു, ലഹു സുജ്ജദൻ എന്നാൽ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുന്നവരായി എന്നാണ്. ആർക്കാണ് സുജൂദ് ഇവിടെ ചെയ്തത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കാണോ അതല്ല അള്ളാഹ്ക്കാണോ? ഖറു വീണവരാരാണ്? ഖറു ലഹു സുജൂദൻ വാപ്പയും ഉമ്മയും സഹോദരങ്ങളാണ്. അവരെല്ലാവരും വീണു അദ്ദേഹത്തിന് സുജ്ജദൻ എന്നാണ്. അപ്പോൾ പിന്നെ അത് ലഹു എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കായിരുന്നോ അത് അള്ളാഹ്ക്കായിരുന്നോ? രണ്ടും ആകാം. യഥാർത്ഥത്തിൽ പിന്നെ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞേ വറഅയ്തുഹും ലീ സാജിദീൻ അല്ലേ? വറഅയ്തുഹും ഞാൻ അവരെ കണ്ടു, ലീ എനിക്ക് സാജിദീൻ സുജൂദി എന്ന് പറഞ്ഞാണ്. അതായിരിക്കാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ അഹദ അശറ കൗകബൻ 11 നക്ഷത്രങ്ങളും വശംസ വൽ ഖമർ സൂര്യനും ചന്ദ്രനും റഅയ്തുഹും ലീ സാജിദീൻ എന്നാണ്, എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ വഖറു ലഹു സുജ്ജദൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ആർക്ക് സുജൂദ് ചെയ്തു എന്നാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്തു എന്നുള്ളതാണ്. വഖറു ലഹു സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട് അദ്ദേഹത്തിന് അവർ വീണു, പ്രണമിച്ചു എന്നുള്ളതാണ്. ചിലർ പറഞ്ഞതില്ല, സുജൂദ് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പിന്നെ കാബയെ ഖിബിലയാക്കും അല്ലേ? കാബയിലേക്കാണ് സുജൂദ് ചെയ്യുക. കാബ ഖിബിലയാണ്, സുജൂദ് ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാബയുടെ സ്ഥാനത്ത്, സുജൂദ് ആർക്കായിരുന്നു? സുജൂദ് അള്ളാഹുവിനായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വഖറു ലഹു, അദ്ദേഹത്തിൻ്റെ കാരണത്താൽ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണത്താൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാരണത്താൽ ഖറു അവർ വീണു സുജ്ജദൻ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരായിട്ട്. അങ്ങനെ പറഞ്ഞു. സുജൂദ് ഇത് അള്ളാഹ്ക്കാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അള്ളാഹുവിന് അവർ സുജൂദ് ചെയ്തു എന്നും തഫ്സീർ ചെയ്തിട്ടുണ്ട് ഇതിന്. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമല്ലേ? ഇത് ഹാദാ തഅ്വീലു റുയായ എന്നാണ്, എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആർക്ക് തന്നെ ആകണം? സുജൂദ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തന്നെ ആകണം അല്ലേ? അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ഈ സുജൂദ്. പക്ഷേ ആ സുജൂദ് അതെങ്ങനെയായിരുന്നു? ഇപ്പം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എന്താണ്? അഷ്ടാംഗ പ്രണാമല്ലേ? 8 ഉമിർത്താൻ അസ്ജുദ അല സബഅത്തി ആദും എന്നാണ്. 8 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. 8 അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നെറ്റിയും മൂക്കും, പിന്നെ കൈപ്പള്ള, കൈയിൻ്റെ പള്ളകൾ, കാൽമുട്ടുകൾ, പിന്നെ കാൽവിരലുകളുടെ പള്ളകൾ, ഇതിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്നാണ്. അതേപോലെയാണോ ഈ സുജൂദ്? അതോ ഇങ്ങനെ ഒരു കുനിയലായിരുന്നു? കുനിയൽ എന്ന് പറയാൻ പറ്റൂല. കാരണം ഈ പ്രയോഗം നോക്കി, ഖറു ലഹു സുജ്ജദൻ എന്നാണ് അല്ലേ? ഇപ്പം നമ്മൾ സൂറത്ത് മറിയമിൽ പറഞ്ഞില്ലേ? സൂറത്ത് മറിയമിൽ എന്താ പറഞ്ഞത്? വസ്തബൈന വഹദൈന ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുക്കിയ എന്നാണ്. ഖറു സുജ്ജദൻ ഓത്തിൻ്റെ ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സുജൂദ് ചെയ്യാം? നമ്മൾ അഷ്ടാംഗ പ്രണാമാണ് അല്ലേ? അതേപോലെ തന്നെ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാണ്. യഖിറൂന ലിൽ അദ്ഖാൻ നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ, അതിനാണ് ഇങ്ങനെ പറയാം ഖുറൂർ, ഇങ്ങനെ പോയിട്ട് നിലത്ത് വീണിട്ടുള്ള സുജൂദ്. സജദയിൽ എന്താ പറഞ്ഞത്?
ഇന്നമാ യുമിനു ബിആയാതിന അല്ലദീന ഇദാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഖറൂ സുജ്ജദൻ ഉണ്ടോ, നമ്മൾ സുജൂദ് ചെയ്യുന്ന അതേ പ്രയോഗമാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാർത്ത വന്നാൽ ഖർറ സാജിദൻ എന്നാണ്. ശുക്രൻ ലില്ലാഹ്, ഖർറ സാജിദൻ, സുജൂദിൽ വീഴുമായിരുന്നു. കഅബ് ഇബ്നു മാലിക്കിൻ്റെ തൗബ സ്വീകരിച്ചു എന്നുള്ള ആ വാർത്ത വന്നപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖർറ സാജിദൻ എന്നാണ്, അവിടെ പ്രണമിച്ച് വീണു എന്നാണ്. അപ്പോൾ ഈ ശരിക്കും എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന അതേ സുജൂദ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. അപ്പോൾ ഈ സുജൂദ് അങ്ങനെയാണെങ്കിലും ഇത് ഈ സുജൂദ് ഇത് എന്തായാലും പിന്നെ ഇതെന്തല്ല, ആരല്ല ഈ സുജൂദ്? ഇത് ഇബാദത്തിൻ്റെ സുജൂദല്ല. കാരണം ഇബാദത്തിൻ്റെ സുജൂദ് ഒരിക്കലും ഏത് കാലത്തും ആയിരിക്കില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു പടപ്പിനുമില്ല, അള്ളാഹു അല്ലാത്ത മറ്റൊരു പടപ്പിനുമില്ല. എന്നാൽ പിന്നെ തഹിയ്യത്തിൻ്റെയും തഅളീമിൻ്റെയും സുജൂദ്, ആദരവിൻ്റെ അഭിവാദ്യത്തിൻ്റെ സുജൂദ്, അത് എവിടെയുണ്ട്? പൂർവ്വകാല ഷറഉകളിലുണ്ട്. അതിന് ഷറഉ മൻകാന ഖബലന എന്ന് പറയാം. ഷറഉ മൻകാന ഖബലന, നമ്മളുടെ പൂർവികരുടെ ഷറഉ, മുമ്പത്തുള്ളവരുടെ ഷറയിൽ സുജൂദ് ഉണ്ടായിരുന്നു. ഏത് സുജൂദ്? തഹിയ്യത്തിൻ്റെ സുജൂദ്, തഅളീം അഭിവാദ്യത്തിൻ്റെയും ആദരവിൻ്റെയും സുജൂദ് പടപ്പുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ഇത് തഅളീമിൻ്റെ സുജൂദാണ്, തഹിയ്യത്തിൻ്റെ സുജൂദാണ്. അത് മുമ്പ് നമ്മുടെ ഷറയിൽ ഇല്ല. നമ്മുടെ ഷറയിൽ എന്തില്ല? തഹിയ്യത്തിൻ്റെ സുജൂദ് പടപ്പുകൾക്കില്ല. പടപ്പുകൾ ആരായാലും. ഇബാദത്തിൻ്റെ സുജൂദോ ഒരു ഷറയിലും പടപ്പുകൾ എന്തില്ല? പടപ്പുകൾക്കില്ല. അതായിരിക്കേ ഉള്ളൂ, അള്ളാഹ്ക്കേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. നമ്മുടെ ഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഷറ. പൂർവികരുടെ ഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു നബിമാർ കൊണ്ടുവന്ന പിന്നെ നിയമം, ദീനി നിയമങ്ങൾ. അതിലൊക്കെ എന്തുണ്ടായിരുന്നു? തഹിയ്യത്തിൻ്റെ സുജൂദ് ഉണ്ടായിരുന്നു, അഭിവാദ്യത്തിൻ്റെ സുജൂദ് ഉണ്ടായിരുന്നു. അതിലും ഒരു ഷറയിലും ഇബാദത്തിൻ്റെ സുജൂദ് ആർക്കല്ലാതല്ല, അള്ളാഹ്ക്കല്ലാതെ ഇല്ല. നമ്മുടെ ഷറയിൽ ഈ തഹിയ്യത്തിൻ്റെ സുജൂദ് വിരോധിച്ചു അല്ലേ. മദീനത്ത് ഒരു അൻസാരിക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, ഈ വെള്ളം തേകാൻ ഉപയോഗിക്കുന്ന ഒട്ടകം. വെള്ളം തേകാൻ ഉപയോഗിക്കുന്ന ഒട്ടകം നമ്മൾ പണ്ടൊക്കെ ഏത്തം പൂട്ടുക ചെയ്യുക അല്ലേ, ആളുകൾ തന്നെ ഏത്തം പൂട്ടുക ചെയ്യുക. പക്ഷെ അന്നും കാലികളെ വെച്ച് വലിക്കും അല്ലേ, നമ്മുടെ നാട്ടിൽ കാലികളെ വെച്ച് വലിക്കും അല്ലേ, വട്ടം കറക്കും. AP ഒരു കഥ അറിയാറുണ്ട്, AP അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മൂരിനെ വെച്ചിട്ടാണ് ഇത് കറക്കുക അല്ലേ. ആ മൂരിനെ വെച്ചിട്ടാണ് തെളിച്ചിട്ടുണ്ടെങ്കിൽ മൂരി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അതിന് അപ്പോൾ തെളിച്ചുകൊണ്ട് ആളും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഒരു ഉസ്താദ് ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഇങ്ങനത്തെ. അപ്പോൾ ഉസ്താദ് ചോദിക്കണം, ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചോദിക്കണം. അത് കറങ്ങിക്കൊണ്ടിരിക്കും, മൂരി ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ വീഴും. അപ്പോൾ ഉസ്താദ് ചോദിച്ചു തന്നെ, അപ്പോൾ ഈ ആളില്ലെങ്കിൽ ഈ മൂരി നിൽക്കൂലേ? ആളെ കണ്ടാൽ ശരിയാണ്, തൊളിക്കണതിനനുസരിച്ച് കറങ്ങും. പക്ഷെ ആൾ പോയിട്ടുണ്ടെങ്കിൽ നിൽക്കൂലേക്കാണ്. അപ്പോൾ ഈ കൃഷിക്കാരൻ പറഞ്ഞതാണ്, അതിന് പോത്ത് ദർസിൽ ഓതിയിട്ടില്ലല്ലോ. ഒരു തമാശ അറിയണത്. പിന്നെ ഏതായാലും പിന്നെ മദീനത്തെ അന്ന് ഒരൊട്ടകം ഇങ്ങനെ ഒട്ടകത്തെ വെച്ചിട്ടാണ് ഇത് പൂട്ടീനെ, വെള്ളം തേക്കിനെ. അപ്പോൾ ആ ഒട്ടകം എന്ത് ചെയ്ത്, അത് പിന്നെ അതിന് ഭയങ്കര മസിൽ പിടുത്തം എന്നറിയില്ലേ, അതൊരിക്കലും പിന്നെ ഇവർക്ക് വഴങ്ങണില്ല, അത് സമ്മതിക്കണില്ല. അങ്ങനെ ഒട്ടകങ്ങൾക്ക് മോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്, അതിൻ്റെ അടുത്ത് കാര്യം എടുക്കാൻ പറ്റണില്ല. അതോടുകൂടി വെള്ളം തേക്കാതായി, കൃഷി ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങളുടെ ഒട്ടകം അത് അനുസരണക്കേട് കാണിക്കുകയാണ്, ആർക്കും എടുക്കാൻ പറ്റണില്ല. അത് സാറത്ത് കെൽബിൽ കെലിബ് എന്നാണ്. കെൽബുൽ കെലിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേ പിടിച്ച പട്ടികളെ പോലെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഞാനില്ല, പേ പിടിച്ച പട്ടികളെ പോലെ കെൽബുൽ കെലിബ് എന്ന് അതിന് പറയും. അതുപോലെ ആയിട്ടുണ്ട്, ആർക്കും എടുക്കാൻ പറ്റണില്ല എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ആളുകളോട് പറഞ്ഞ് വരിയെന്നാണ്. അങ്ങനെ ആ തോട്ടത്തിലേക്ക് പോയിട്ട് സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകം നോക്കിയ മാത്രയിൽ അത് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വരികയും അഖ്ബല വഖറ സാജിദൻ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. വഖറ സാജിദൻ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത് അങ്ങോട്ട് ഇങ്ങനെ പ്രണമിച്ച് വിടുന്നതാണ് ഇങ്ങനെ. അപ്പോൾ പിന്നെ
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ നാസിയത്ത് ഈ മുർദാവ് പിടിച്ചപ്പോൾ അത് അതെല്ലാം ആ കാലത്തെന്നാണ് ഏറ്റവും ഭവ്യമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്നു എന്നാണ്. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ആ ഒട്ടകത്തെ അതിൻ്റെ ഉടമകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങളുടെ ജോലി തുടരാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ആളുകൾ പറയാണ് യാ റസൂലല്ലാഹ് ബഹീമത്തുല്ലാ താഖിൽ, മൂളയില്ലാത്ത ചിന്തയില്ലാത്ത ഒരു ബഹീമത്ത് തസ്ജുദ് അങ്ങേക്ക് സുജൂദ് ചെയ്യുന്നു. നഹ്നു നാഖിൽ, ഞങ്ങൾ ചിന്തിക്കുന്നവരാണ്. ലാ നസ്ജുദ് ലക്, ഞങ്ങൾ നിങ്ങൾക്ക് സുജൂദ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനില്ല ലാ യസ്ലുഹു ലി ബശരിൻ അൻ യസ്ജുദ ലി ബശരിൻ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പ്രണമിക്കുക എന്നുള്ളത്, സുജൂദ് ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല, പറ്റിയതല്ല. അങ്ങനെ സുജൂദ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ലിഉളമി ഹഖിഹി അലൈഹ, ആ സ്ത്രീയുടെ നേരെ ഭർത്താവിനുള്ള അവകാശത്തിൻ്റെ മഹത്വം കാരണത്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അനുബന്ധം പറഞ്ഞു. മനസ്സിലായി? സുജൂദ് ഒരു പടപ്പിനോടും പാടുള്ളതല്ല. അങ്ങനെ അത് സമ്മതം ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ ശറയിൽ സമ്മതം ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ഇതേപോലെ അവർക്ക് മുആദ് ബിൻ ജബൽ യമനിൽ നിന്ന് വന്നു മദീനയിലേക്ക്. യമനിൽ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചായിരുന്നു. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്നപ്പോൾ, മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മുമ്പിൽ സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ മുആദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സുജൂദ് ചെയ്യാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു മഹാദായ മുആദ് ഇതെന്താ എൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ റസൂലെ യമനിലുണ്ടല്ലോ ആളുകളൊക്കെ അവിടുത്തെ അവരുടെ അസാഖിഫത്തിനും ബതാരിഖത്തിനും അവിടുത്തെ പുരോഹിതന്മാർക്കും ഈ പാത്രിയാർക്കീസ്മാർക്കൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. അൻത അഹഖു ബിത്തഅളീം, താങ്കളാണ് ആദരിക്കപ്പെടാൻ ഏറ്റവും അർഹൻ. അവിടെ ഈ പാത്രിയാർക്കീസ്മാർക്കും അതേപോലെ തന്നെ ബിഷപ്പുമാർക്കൊക്കെ ഈ അവിടുത്തെ നസാറാക്കൾ സുജൂദ് ചെയ്യുന്നുണ്ട് ആദരസൂചകമായിട്ട്. അവരെക്കാളൊക്കെ താങ്കളാണ് അർഹൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഫവദിത്ത് ഫി നഫ്സി അസ്ജൂദ് ലക, താങ്കൾക്ക് സുജൂദ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു പൂതിയായിരുന്നു, അതുകൊണ്ട് സുജൂദ് ചെയ്താണെന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു, ഏത് ഒരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ സുജൂദ് പറ്റുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അവകാശത്തിൻ്റെ മഹത്വം കാരണത്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഞാനിത് പറഞ്ഞത് നമ്മളുടെ മുമ്പുള്ളവരുടെ ശറഅ, അതിന് ശറഉ മൻ കാന ഖബ്ലന എന്നാണ് പറയാം. നമ്മുടെ മുമ്പുള്ളവരുടെ ശറഅ, ദീൻ, ഇസ്ലാം എല്ലാവർക്കും ഒന്നാണ്. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം ഉണ്ടല്ലോ. അള്ളാഹ്ക്കുള്ള സമർപ്പണവും അള്ളാഹ്ക്കുള്ള ആരാധനയും വഴിപ്പെടലും അതൊന്നാണ്. പക്ഷേ അതാത് കാലങ്ങളിൽ നബിമാരെന്തുണ്ട്? ശരീഅത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മതനിയമങ്ങൾ പലതും വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ശരീഅത്തുകളിൽ, കർമ്മങ്ങളിൽ പിന്നെ ചിലത് എന്തുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. നമ്മളുടെ ശറയിൽ അത് എടുക്കപ്പെട്ടിട്ടുണ്ട്. പൂർവികരുടെ ശറയിലുള്ളതായിരുന്നു എന്ത്? തഹയ്യത്തിൻ്റെ സുജൂദ് പടപ്പുകൾക്കാകാം എന്നുള്ളത്. അതേപോലെ തഅദീം, ആദരവിൻ്റെ സുജൂദ് പടപ്പുകൾക്കാകാം എന്നുള്ളത്. ആദരവിൻ്റെ സുജൂദിൽപ്പെട്ടാണ് എന്ത്? ആദരവിൻ്റെ സുജൂദിൽപ്പെട്ടതാണ് എന്ത്? തഅദീമിൻ്റെ സുജൂദ്. എൻ്റെ ഉദാഹരണം എന്താ? തഹയ്യത്തിൻ്റെ സുജൂദ് ഇത് അല്ലേ? തഅദീമിൻ്റെ സുജൂദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കുകൾ ചെയ്തത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കുകൾ ചെയ്ത സുജൂദ് അത് തഅദീമിൻ്റെ സുജൂദാണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പുള്ളവരുടെ ശറയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ശറയിൽ എന്തില്ല? ഈ തഹയ്യത്തിൻ്റെ സുജൂദ് ഇല്ല. അതാണ് റസൂൽ വിലക്കിയതാണ്. ഇപ്പോൾ ഞാൻ രണ്ട് സംഭവങ്ങൾ ഉണർത്തിയത്. എന്നാൽ ഇബാദത്തിൻ്റെ സുജൂദ് ഒരു കാലത്ത് എന്തില്ല? പടപ്പുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ശരിക്കും സുജൂദ് ചെയ്യുന്ന ആളുണ്ടല്ലോ, സുജൂദ് ചെയ്യുന്നവനുമുണ്ട്, സുജൂദ് ചെയ്യപ്പെടുന്നവനുമുണ്ട്. സുജൂദ് ചെയ്യപ്പെടുന്നവൻ ഒന്നുകിൽ നേരെയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ മുകളിലായിരിക്കും. മുകളിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അടിയിൽ സുജൂദ് ചെയ്യാം. ചിലപ്പോൾ ഒരു വേള ഇവിടെ അർഷിന്മേലിരിക്കുന്ന ഒരാൾക്ക് താഴെയുള്ള സുജൂദ്, അല്ലെങ്കിൽ നേരെ. പക്ഷെ ഖബറിലുള്ള ഒരാൾക്ക് സുജൂദ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതെന്താ? ഖബറിലുള്ള ആൾ താഴത്തല്ലേ. ഒന്നാം നിലയിലുള്ള ഒരാൾക്ക് രണ്ടാം നിലയിലുള്ള ഒരാൾ സുജൂദ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതെന്ത് സുജൂദാ? അത് സുജൂദല്ല, അതൊരു പിന്നെ സുജൂദായിട്ട്, പക്ഷേ അത് ആരാധനയാകുന്ന സുജൂദാകും. എന്തുകൊണ്ട്? അത്രമേൽ ആദരവുള്ളത് കൊണ്ടാണ് സുജൂദ് ചെയ്യുന്നത്. പ്രത്യേകം ഒരു വിശ്വാസപ്പുറത്താണ് ചെയ്യുന്നത്. സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നേരെ, അല്ലെങ്കിൽ സുജൂദ് ചെയ്യപ്പെടുന്നവൻ മുകളിൽ, സുജൂദ് ചെയ്യുന്നവൻ താഴെ. എങ്ങനെയാണ്? പക്ഷേ ഇത് താഴെയുള്ള ഒരാൾക്ക് മുകളിലൊരാൾ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുജൂദിൻ്റെ ലോകത്ത് എന്താണ്? അതൊരു പൊട്ടത്തരാണ്. പക്ഷേ
ചില ആളുകൾ അങ്ങനെ ഖബറിലുള്ളവർക്ക് സുജൂദ് ചെയ്യണത് എന്തുകൊണ്ടാണ്? അവരിലുള്ള വിശ്വാസപ്പുറത്താണ്. അത്രമേൽ അവർക്ക് മഹത്വം കൽപ്പിച്ച് ആദരവ് കൽപ്പിച്ച് അവരെ കാണുന്നത് കാരണത്താലാണ് ആ സുജൂദ് വരുന്നത്. അതുകൊണ്ടാണ് ഖബറാളികൾക്ക് സുജൂദ് ചെയ്യുന്നത്. ഇനി വ്യാഖ്യാനിച്ചാൽ അല്ലെങ്കിൽ അതെന്താണ്? ശിർക്കാണ് എന്ന് പറയുന്നത്. അങ്ങനത്തെ വിശ്വാസപ്പുറത്താണ് ആ സുജൂദ് നടക്കുന്നത്. അലാ കുല്ലിൻ ഇവിടെ വഖറു ലഹു സുജദ, ഇവർ പിന്നെ മാതാപിതാക്കൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഭാര്യയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളും പ്രണമിച്ച് യൂസുഫിന് വേണ്ടി സുജൂദിൽ ചെയ്യുന്നവരായി വീണു എന്നാണ്. ഇവിടെ വേറൊരു വിഷയം, ആദ്യം സുജൂദാണോ അതല്ല ആദ്യം ഈ അർഷിന്മേൽ കയറലാണോ? പറയ്. വറഫഅ അബവൈഹി, മാതാപിതാക്കളെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കയറ്റി എവിടേക്ക്? അലൽ അർഷ്, സിംഹാസനത്തിന്മേൽ. വഖറു, അവർ സുജൂദ് ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന് സുജൂദ് എന്നുവരെ. ഇവിടെ ഈ കോർവയിൽ എന്താ ആദ്യം എന്താ ചെയ്തത്? അർഷിന്മേൽ കയറി പിന്നെ സുജൂദ് ചെയ്തു എന്നാണ്. അതെങ്ങനെയാണ്? അതാണോ എങ്ങനെ ഇപ്പം നമ്മൾ പറയാത്? അർഷിന്മേൽ സുജൂദ് ചെയ്യുമോ? അർഷിന്മേൽ ഇരിക്കുകയല്ലേ ചെയ്യുക. അർഷിൽ കയറി ഉപവിഷ്ടരായി പിന്നെ സുജൂദ് എന്നല്ല പറഞ്ഞത് ഇവിടെ. അപ്പോൾ അതെന്താ? അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ഈ വാവുൽ ഹാൽ വറഫഅ അബവൈഹി അൽ അർഷ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മാതാപിതാക്കളെ അർഷിന്മേൽ കയറ്റി ഉയർത്തി. വഖറു ലഹു സുജദൻ, അദ്ദേഹത്തിന് അവർ സുജൂദ് ചെയ്ത അവസ്ഥയിൽ, സുജൂദ് നടന്നു, ആ അവസ്ഥയിൽ എന്ത് ചെയ്തു? അതിനെ അർഷിന്മേൽ കയറ്റി. വാവുൽ ഹാലാകുമ്പോൾ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഭാര്യയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളും അദ്ദേഹത്തിന് സുജൂദ് ചെയ്തവരായിരിക്കെ, അതാണ് വാവുൽ ഹാൽ. അർഷിന്മേൽ മാതാപിതാക്കൾ എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കയറ്റി. അങ്ങനെ ആകുമ്പോൾ ഇഷ്കാലില്ല. പക്ഷെ ചിലർ പറഞ്ഞത് ഇവിടെ വാവ് ഇതെന്തായാലും തർത്തീബിനല്ല, ഇവിടെ ഒരു എന്താണ് തഖ്ദീം തഖീർ. തഖ്ദീം തഖീർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം എന്ത് ചെയ്തു? ഇവർ വന്നിട്ട് സുജൂദ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? മാതാപിതാക്കൾ അർഷിന്മേൽ കയറ്റി. പക്ഷെ എന്തുണ്ട്? ഇതിനെ പ്രയോഗത്തിൽ എന്ത് ചെയ്തു? മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. അതെന്തിനാണ് പ്രയോഗത്തിൽ മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു? സുജൂദ് നടന്നത് ആദ്യം തന്നെയാണ്, പിന്നെയാണ് എന്ത് ചെയ്തത്? മാതാപിതാക്കൾ അർഷിന്മേൽ ഉപവിഷ്ടരാക്കിയത്. ആദ്യം നടന്നത് എന്താണ്? സുജൂദാണ്. പിന്നെ എന്തിനാണ് എന്ത് ചെയ്തത്? ഈ പദപ്രയോഗത്തെ പിന്തിപ്പിച്ചത്. ഖറു സുജദൻ എന്നുള്ളതിനെ പിന്തിപ്പിച്ചിട്ട് റഫഅ അബവൈഹി അൽ അർഷ് എന്ന ലഫ്ദിനെ എന്തിനു മുന്തിപ്പിച്ചു? അതാണ് വാപ്പയോടുള്ള ഉമ്മയോടുള്ള ആദരവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. മാതാപിതാക്കൾ ആദരണീയരാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ മാതാപിതാക്കൾ അർഷിന്മേൽ ഉയർത്തി എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്, ആദ്യം ഉണർത്തിയത്. യഥാർത്ഥത്തിൽ സുജൂദ് ആദ്യം നടന്നിട്ടുണ്ട്, പിന്നെയാണ് ഉയർത്തൽ നടന്നത്. പക്ഷേ ഈ ഉയർത്തി എന്നുള്ള ലഫ്ദിനെ എന്തുകൊണ്ട് മുന്തിപ്പിച്ചു? അത് മാതാപിതാക്കൾ, ഇവിടെ ഈ പ്രണമിക്കുന്നവർ മാതാപിതാക്കളാണ്. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ ആദരണീയരാണ് എന്നുള്ള വിഷയം ഉണർത്താനാണ് എന്ത് ചെയ്തത്? ഈ പ്രയോഗത്തെ മുന്തിപ്പിച്ചത് എന്നാണ് പിന്നെ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. തഫ്സീറുൽ ബൈദാവിയിൽ അദ്ദേഹം പ്രത്യേകം ഈ ഒരു വിഷയം ഉണർത്തിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പദത്തെ മുന്തിപ്പിച്ചത് എന്താണ്? ഈ മുൻഗണനാക്രമത്തിലല്ല, പദത്തെ മുന്തിപ്പിച്ചത് അതിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. മാതാപിതാക്കൾക്കുള്ള ബഹുമാനാദരവുകളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അത് മുന്തിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ വാവ് തർത്തീബിന് തന്നെയാണ്. മാതാപിതാക്കളെ അർഷിൽ കയറ്റി എല്ലാവരും എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനുശേഷം പ്രണമിച്ചു. അർഷ് എന്ന് പറഞ്ഞാൽ അത് രാജസിംഹാസനാണ് അല്ലേ? നമ്മൾ ഇരിക്കണ കസേര പോലെയല്ല. രാജസിംഹാസനം എന്ന് പറഞ്ഞെങ്കിൽ അന്ന് വിശാലമാണ്. അതിനെന്താ തെളിവ്? രാജസിംഹാസനം വിശാലാണെന്നുള്ളതിന് സബൈല രാജ്ഞി ബൽഖീസ് ബിന്ത് ഷറാഹീലിൻ്റെ സിംഹാസനം അയ്യുക്കും യതീനി ബി അർഷിഹ എന്നാണ്. നിങ്ങളിൽ ആരാണ് അവരുടെ അർഷ് കൊണ്ടുവരിക എന്ന് പറഞ്ഞത്? അർഷ് വലിയൊരു സ്ഥാപനമാണ്, എടുപ്പാണ്. അപ്പോൾ അതിൽ നമ്മളിരിക്കുന്ന ഈ
കണ്ടിട്ട് നമ്മൾ അതാണ് അങ്ങനെയാണ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പീഠം കണ്ടിട്ട് അതാണ് എന്നോ അല്ല. പിന്നെയോ അന്ന് കാലങ്ങളിലെ രാജസിംഹാസനം അത് വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ അയിമ ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുജൂദ് ചെയ്യാനൊക്കെ അത് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തഫ്സീർ ചെയ്തവരുണ്ട്. അവർ പറഞ്ഞു വറഫ അബവൈഹി അലൽ അർഷ്, തൻ്റെ മാതാപിതാക്കളെ അർഷിന്മേൽ അദ്ദേഹം അവരോധിച്ചു. വഖറൂ ലഹു സുജ്ജദൻ, എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്നവരായി വീഴുകയും ചെയ്തു എന്നുള്ളതാണ്. ഖലാസ്. അതിൻ്റെ തുടർച്ചയിൽ വഖാല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അബതി, എൻ്റെ പിതാവേ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ ഖദ് ജഅലഹാ റബ്ബി ഹഖ. നമുക്ക് ഈ ആപത്തി പ്രയോഗം പലതും വന്നാണ് കേട്ടോ. ഹാദാ തഅ്വീലു റുയായ, ഇത് എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു, തഅ്വീലാകുന്നു. മിൻ ഖബൽ, മുമ്പത്തെ സ്വപ്നം. ഖദ് ജഅലഹ, തീർച്ചയായും ആ സ്വപ്നത്തെ ആക്കിയിരിക്കുന്നു, റബ്ബി, എൻ്റെ റബ്ബ്, ഹഖൻ, വാസ്തവമായി സത്യമാക്കി പുലർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ ആ സ്വപ്നം എന്താണ്? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദി എന്നുള്ളതാണ്. 11 നക്ഷത്രങ്ങൾ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ, യഹൂദ മുതൽ ഇങ്ങോട്ട് ബിനിയാമീൻ വരെയുള്ള 11 സഹോദരങ്ങളും, പിന്നെ വശംസ വൽ ഖമർ, ഷംസും ഖമറും. അതിൽ ഷംസ് ആരാണ്, ഖമർ ആരാണ്, വാപ്പ ആരാണ്, ഉമ്മ ആരാണ്? എന്താ നമ്മൾ അന്ന് പറഞ്ഞ്? ഷംസ് ആരാ പറഞ്ഞ്, വാപ്പയാണോ ഉമ്മയാണോ? അന്ന് പറഞ്ഞ് ഷംസ് വാപ്പ, ഖമർ ഉമ്മ. അല്ല, ശരിക്കും ഷംസ് ഉമ്മയാണ്, ഖമർ വാപ്പയാണ്. അങ്ങനെയാണ് അതിൽ. അത് പല നിലക്കും. ഷംസ് സ്ത്രീലിംഗാണ്, ഖമർ പുല്ലിംഗാണ് അല്ലേ. വശംസു തെജിരി, വൽ ഖമറ ഖദ്ദർനാഹു, ഖമർ മുദക്കറാണ്, ഷംസ് മുഅന്നസാണ്. പലപ്പോഴും സ്ത്രീകളെ ഷംസായിട്ടാണ് ചിത്രീകരിക്കുക. കവിതകളിലൊക്കെ കാണാം. ഒരു കവിതയിൽ കാണാം, ഖാമത്ത് തുദല്ലിലുനി മിനശ്ശംസി നഫ്സുൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഖാമത്ത് തുദല്ലിലുനി മിനശ്ശംസി, ഷംസുൻ തുദല്ലിലുനി മിനശ്ശംസി എന്നാണ്. എന്താ? ഖാമത്ത്, അവൾ നിന്നു. തുദല്ലിലുനി മിനശ്ശംസി, ഷംസിൽ നിന്ന് എനിക്ക് തണലിട്ടുകൊണ്ട് മറയിട്ടുകൊണ്ട് അവൾ നിന്നു എന്നാണ്. നഫ്സുൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അവൾ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് എന്നേക്കാൾ ഇഷ്ടപ്പെട്ട ആളാണ്. ഖാമത്ത് തുദല്ലിലുനി മിൻ അജബി, അവൾ സൂര്യനിൽ നിന്ന് തണലിട്ടിട്ട് എനിക്ക് നിന്നു, അത് മഹാത്ഭുതമാണ്. എന്താ മഹാത്ഭുതം? ഞാനിങ്ങനെ സൂര്യനിൽ നിന്ന് ആരാണ് എനിക്ക് തണലിട്ടതെന്ന് നോക്കുമ്പോൾ ഷംസുൻ തുദല്ലിലുനി മിനശ്ശംസി എന്നാണ്. ഒരു സൂര്യൻ മറ്റൊരു സൂര്യനിൽ നിന്നാണ് തണലിട്ടതെന്നാണ് അല്ലേ. മറ്റേ സൂര്യൻ ഒറിജിനൽ സൂര്യൻ, തണലിട്ട സൂര്യൻ ആരാണ്? ഇത് ഇവളാണെന്നാണ്, കാമുകിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല കുല്ലി ഇങ്ങനെയാണ് കവിത. കവിതയിലൊക്കെ ഷംസ് ആയിട്ടാണ് സ്ത്രീകൾ ചിത്രീകരിക്കപ്പെടുക. ലൗകാനൻ നിസാഉ കമാ ദകർന ലഫുദ്ദിലത്തിൻ നിസാഉ അലർ റിജാലി ഫലത്തനീസ് ലാലി ശംസി ഐബുൻ വലത്തദ്കീറു ഫഖ്റുൻ ലിൽ ഹിലാലി. ഒരു കവിത ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെയാണ് സ്ത്രീരത്നങ്ങളെങ്കിൽ ഇത്തരം സ്ത്രീകൾ ആണുങ്ങളെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തപ്പെടും. എന്നിട്ട് പറയാണ്, ഫലത്ത് ഇനി സുലാലി ഷംസി ഐബുൻ, സ്ത്രീലിംഗം ഷംസിനൊരു ഐബല്ല, സ്ത്രീലിംഗം ഷംസിനൊരു ഐബല്ല. വലത്തദ്കീറു ഫഖ്റുൻ ലിൽ ഹിലാലി എന്നാണ്. ഹിലാലിന്, ചന്ദ്രന് തദ്കീർ എന്ന പുല്ലിംഗം, ഒരു ഫഖ്റു അല്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഷംസ് എപ്പോഴും എന്താണ്, അത് സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിക്കുക. അത് എന്തല്ല, ഷംസിനൊരു ഐബല്ല. കാരണം ഷംസിൻ്റെ ധർമ്മം അങ്ങനെയാണ്, സൂര്യൻ. അതുകൊണ്ട് തന്നെ ഇവിടെ മാതാപിതാക്കളുണ്ടല്ലോ, ഒന്ന് ഷംസാണ് ഒന്ന് ഖമറാണ്. മാതാവിനെ എന്തുകൊണ്ട് ഷംസ് എന്ന് പറഞ്ഞു? ഖമർ അത് പിതാവിനെ എന്തുകൊണ്ട് ഉപമിച്ചു? അതിൽ ചില ഇത് ഉണ്ടല്ലോ, ചില പാഠങ്ങൾ ചില തഫ്സീറുകളിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഷംസിൻ്റെ ഊർജവും അതേപോലെ തന്നെ ഷംസ് കാരണത്താൽ ഒരാൾക്കുണ്ടാകുന്ന ഫലങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും അതൊരു വലിയ വിഷയമല്ല. ഇവിടെ വാപ്പി ഉമ്മി ഒരാളെ ഷംസ് എന്നുള്ളത് പറഞ്ഞു, മറ്റൊരാളെ ഖമർ എന്ന് പറഞ്ഞു. പലരും പറഞ്ഞത് എന്താണ്, ഷംസ് എന്ന് പറഞ്ഞെങ്കിൽ അത് ആരായിരുന്നു? ഇവിടുത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയാണ്.
ഖമർ അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയാണ്. അവർ രണ്ടുപേരും സുജൂദ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ താളീമിൻ്റെ സുജൂദാണ്, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ തഹിയ്യത്തിൻ്റെ സുജൂദാണ്. ഇന്ന് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് തഹിയ്യത്ത് ചെയ്യൂലേ, അതിന് സമാനമാണ് അന്നത്തെ ഈ സുജൂദ്. അതുകൊണ്ട് തന്നെ മകന് വാപ്പി മീൻ സുജൂദ് ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് എന്തോ ഒരു ഒരു അചിന്ത്യമായൊരു വിഷയമല്ല. ഓരോ കാലഘട്ടത്തിലും എന്തുണ്ട്, തഹിയ്യത്തുണ്ട്, അഭിവാദ്യമുണ്ട്, പണ്ടേ അഭിവാദ്യമുണ്ട്. ഈ അഭിവാദ്യങ്ങൾക്ക് ഓരോ രീതിയുണ്ട്. ചിലർ കെട്ടിപ്പിടിക്കണില്ലേ, ചിലരും മുത്തം വെക്കും, ചിലരും കെട്ടിപ്പിടിക്കും, ചിലർ മൂക്കോട് മുട്ടിക്കും, ഇങ്ങനെയൊക്കെ അല്ലേ. അതൊക്കെ തഹിയ്യത്തിൻ്റെ വിവിധ രീതികളാണ്. അതേപോലെ തഹിയ്യത്തിൻ്റെ രീതിയാണ് ആരെ കണ്ടിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രണമിക്കുക എന്നുള്ളത്. അത് മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ തകരുന്ന അല്ലെങ്കിൽ തളരുന്ന അല്ലെങ്കിൽ താഴുന്ന ഒരു വിഷയമല്ല. കാരണം എന്താണ്, അതൊരു തഹിയ്യത്താണ്. അക്കാലഘട്ടത്തിൽ ഒരു തഹിയ്യത്തിൻ്റെ അഭിവാദ്യത്തിൻ്റെ രീതിയാണ്. هذا تأويل رؤياي من قبل قد جعلها ربي حقا. എന്ന് ഒരു ചരിത്രം വായിച്ചു ഈ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട്. തഅ്വീലു റുയ എന്നാണ്, തഅ്വീലു റുയ എന്നാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇത് നമുക്ക് വന്നതാണ് അല്ലേ, പലതവണ വന്നതാണ് തഅ്വീലു റുയ. അതുകൊണ്ട് നമ്മളത് ആവർത്തിക്കേണ്ട, കാരണം ഈ സൂറത്തിൽ നമുക്ക് കുറേ വന്നിട്ടുണ്ട് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ. എൻ്റെ റുയ എന്നാണ് നമ്മൾ പറഞ്ഞു, സ്വപ്നം എന്നുള്ളതാണ് ഉദ്ദേശം. റുഇയത്ത് റുഇയ എന്നൊക്കെ ഒക്കെ നമുക്ക് വന്നു പോയതാണ്. എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വായിച്ച ചരിത്രം ഇമാം അലി ഇബ്നു ഹംസ അലിയുൽ കിസായി എന്ന പേരിൽ പ്രസിദ്ധൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം താരിഖ് ബഗ്ദാദിൽ ഖത്തീബുൽ ബഗ്ദാദി നൽകിയപ്പോൾ അദ്ദേഹം കണ്ടൊരു സ്വപ്നമാണ്. അലി ഇബ്നു ഹംസ അൽ കിസായി എങ്ങനെ അറിയാം? അലിയുൽ കിസായി എന്തിലാണ് അറിയപ്പെട്ടത്? ഏസിൻ്റെ ആളുകൾക്കൊരു ചൂടും വകയുണ്ടോ? അലിയുൽ കിസായി എന്തിലാണ് അറിയപ്പെട്ടത്? ഖുർആൻ സബഈൽ ഒരാളാണ്. 7 അറിയപ്പെട്ട കാരികളുണ്ടല്ലോ, ഖുർആൻ പണ്ഡിതന്മാർ, ഖിറാഅത്തിൻ്റെ ഇമാമുമാർ, അവരിലൊരാളാണ് അലിയുൽ കിസായി. അതേപോലെ തന്നെ അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനാണ് കിസായി, വ്യാകരണ പണ്ഡിതനാണ്. നഹ്വിലും ലുഗയിലും അറിയപ്പെട്ട പണ്ഡിതനാണ് അലിയുൽ കിസായി. അതേപോലെ തന്നെ സീബവൈഹി ഒക്കെ അന്നത്തെ കാലത്ത് അമവികളുടെ ഭരണകാലത്തൊക്കെ വളരെ പ്രസിദ്ധരാണ്. അതേപോലെ തന്നെ അബ്ബാസികളുടെ കാലത്തും. ഏതായാലും അലി ഇബ്നു ഹംസ അൽ കിസായി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ അലി അൽ കിസായിയോട് പറഞ്ഞു, യാ അലി ഇഖ്റ അലയ്യ, എനിക്ക് ഖുർആൻ ഓതിത്തരാൻ പറയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അദ്ദേഹത്തോട് ഖുർആൻ ഓതിത്തരാൻ. അപ്പോൾ മാ അഖ്റ, ഞാൻ ഏത് ഓതും എന്ന് ചോദിച്ചപ്പോൾ വസ്സാഫാത്തി സഫൻ അത് ഓതാൻ പറഞ്ഞു. അപ്പോൾ അലി അൽ കിസായി വസ്സാഫാത്തി സഫ ഫസ്സാജിറാത്തി സജറ ഫത്താലിയാത്തി ദിക്റ ഇന്ന ഇലാഹക്കും ലവാഹിദ് എന്നതുവരെ ഓതിനാണ്. അപ്പോൾ ഓത്ത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു തന്നാണ്, ലഉഹന്നി ബിക അൽ മലായികത ഗദൻ, താങ്കളെ ഞാൻ മലക്കുകളുടെ അടുക്കൽ നാളെ പ്രശംസിച്ച് പറയും എന്നാണ്. താങ്കളെക്കുറിച്ച് മലക്കുകളോട് നാളെ പ്രശംസിച്ച് പറയും എന്ന് പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തട്ടുകയും ചെയ്തതാണ്. കിസായിയുടെ ചുമലിൽ തട്ടിയിരുന്നു. എന്നിട്ട് മലക്കുകളോട് ഞാൻ നിങ്ങളെക്കുറിച്ചിട്ട് അഭിമാനം പറയും എന്ന് പറഞ്ഞു. അതാണ് സ്വപ്നം, ഇത്രേ ഉള്ളൂ. ഖത്തീബുൽ ബഗ്ദാദി അലിയുൽ കിസായിയുടെ ഈ സ്വപ്നം കൊടുത്തതിന് ശേഷം അതിനനുബന്ധം പറയാണ്. അലി ഇബ്നുൽ കിസായി പിന്നീട് ആരായി മാറി? ഇതിന് ശേഷമാണ് അലി ഇബ്നുൽ ഹംസ അൽ കിസായി അദ്ദേഹത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. അൽ ഖുർആഉ സബഅ, 7 ഖാരികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ 7 ഇമാമുകളാണ്. അവരിലൂടെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഖിറാഅത്തിൻ്റെ വിഷയം പോകുന്നത്, ഖിറാഅത്തിൻ്റെ റിവായത്ത് പോണത്. അലിയുൽ കിസായി ഹംസ സയ്യാത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം കിസായി എന്ന് പറയാൻ കാരണം അദ്ദേഹം ഹംസ സയ്യാത്തിൻ്റെ അടുക്കൽ പഠനം നടത്തുമ്പോൾ രാത്രി ഒരു വസ്ത്രം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു കിസ, ഒരു തുണി മാത്രം പുറച്ചു പോയിട്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ഹംസ സയ്യാത്തിൻ്റെ അടുത്ത് അദ്ദേഹം പഠിച്ചിരുന്നത് എന്നാണ്.
വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ അലി അൽ കിസായി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോയപ്പോൾ ഒരു വസ്ത്രമേ ഉള്ളൂ, ഒരു കിസാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇഹ്റാമായിട്ട്. പിന്നെ അതുകൊണ്ടാണ് ഷാത്തിബി അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് അമ്മ അലിയും ഫൽ കിസാഇനാതുഹു, അമ്മ അലിയുൻ ഫൽ കിസാഇനാതുഹു ലിമാ ബിഹിൽ ഇഹ്റാമ ലിമാ അഹ്റമ ബിഹി മുതസർബില, അങ്ങനെ എന്തോ പിന്നെ ഷാത്തിബിയിലൊരു കവിത കാണാം. അതായത് അലി അൽ കിസായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ന്യാത്താണ്, അലി ഇബ്നു ഹംസ അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് അൽ കിസായി എന്നുള്ളത്. അത് പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം ഒരു കിസാവ് കൊണ്ട് അദ്ദേഹം ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലോകർ മുഴുവൻ ഭാഷയിലും വ്യാകരണത്തിലും അലിയുൽ കിസായിയെ ആശ്രയിക്കേണ്ടവരാണ്. അയ്യാലുൻ അല അൽ കിസായി എന്നാണ്. വ്യാകരണവും ഭാഷയും ഈ രണ്ട് വിഷയങ്ങളിൽ ലോകർ മുഴുവൻ അലിയുൽ കിസായിയെ ആശ്രയിക്കേണ്ടവരാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അദ്ദേഹം നോക്കി, നിങ്ങൾ പ്രശംസിക്കപ്പെട്ടതിനെ കുറിച്ച് എന്ത് ചെയ്യാണ് പണ്ഡിതന്മാർ പറയാണ്, ആ ഒരു സ്വപ്നത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഇതൊക്കെ. അലി ഇബ്നു ഹംസ, അദ്ദേഹത്തിൻ്റെ പേര് അലി ഇബ്നു ഹംസ ഇബ്നു അബ്ദില്ല ഇബ്നു യഹ്മുസ് അല്ലെങ്കിൽ ബഹ്മുസ് ഇബ്നു ഫൈറൂസ് എന്നാണ്. അദ്ദേഹം ഹിജ്റയുടെ 189 മരിക്കുന്നത്. അന്ന് മറ്റൊരു പണ്ഡിതൻ കൂടി മരിച്ചു, അത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അഷൈബാനിയാണ്. അലി ഇബ്നു ഹംസ അൽ കിസായിയും മുഹമ്മദ് ഇബ്നുൽ ഹസൻ അഷൈബാനിയും ഹിജ്റയുടെ 189 മരിക്കുന്നത് ഒരു ദിവസം. അറിയും മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനി? ഇമാം അബൂ ഹനീഫൻ്റെ പ്രബല ശിഷ്യന്മാർ രണ്ടുപേരും, ഒന്ന് അബൂ യൂസുഫും ഒന്ന് മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനിയും. ഇമാം അബൂ ഹനീഫയുടെ 2 ശിഷ്യന്മാർ. ഈ മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനിയും അലിയുൽ കിസായിയും മരിച്ചിട്ട് അവർ ഒരു ദിവസമാണ് മരിച്ചത്. രണ്ടാളെയും അടുത്തടുത്താണ് മറമാടുന്നത്. അന്ന് ഖലീഫ ഹാറൂൺ റഷീദ് ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു. ഖലീഫ പങ്കെടുത്തു. എന്നിട്ട് ഖലീഫ പറയാണ്, ദുഫിനല്യോം അൽ ഫിഖ്ഹ വല്ലുഗ, ഇന്ന് ഫിഖ്ഹും മറമാടപ്പെട്ടു, ഭാഷ ലുഗയും മറമാടപ്പെട്ടു. മറ്റൊരു റിവായത്തിൽ ഇന്ന് ഫിഖ്ഹും മറമാടപ്പെട്ടു, നഹ്വും മറമാടപ്പെട്ടു എന്നാണ്. നഹ്വ് പറഞ്ഞാൽ വ്യാകരണം. കാരണം എന്താ, നഹ്വും ലുഗത്തും ആര അലി അൽ കിസായി, ഫിഖ് ആര മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനി. അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അലി അൽ കിസായി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലുള്ള ആ ഒരു പറച്ചിലുണ്ടല്ലോ, അതിനനുസരിച്ച് ഒരു അഭിമാന താരമായി പിന്നീട് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ, നഹ്വിൻ്റെ വിഷയത്തിൽ, ലുഗത്തിൻ്റെ വിഷയത്തിൽ. റഹ്മത്തുള്ളാഹി അലൈഹി അലാ കുല്ലി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ. ഇതദ്ദേഹം പറഞ്ഞു, ഖദ് ജഅലഹാ റബ്ബി ഹഖ, എൻ്റെ റബ്ബ് അതിനെ സത്യമാക്കിയിരിക്കുന്നു, സാക്ഷാത്കൃതമാക്കിയിരിക്കുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്, അവിടെ സമ്മതിക്കുകയാണ്, എഗ്രി ചെയ്യുകയാണ്. ഒക്കെ അള്ളാഹുവിലേക്കാണ് ചേർക്കുന്നത്. അത് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. എന്തൊരു നിഅമത്തുണ്ടോ അതൊക്കെയും അംബിയ മുർസലീങ്ങൾ അതിൻ്റെ അനുഗ്രഹദാതാവിലേക്കാണ് ഇതിനെ ചേർത്തിയിരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇന്ന് കറാമത്തുകളും അതേപോലെ തന്നെ ബഹുമതികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം, ആളുകൾ തങ്ങളിലേക്ക് ചേർത്തിട്ട് അത് തങ്ങളുടേതാക്കി പിന്നെ അവതരിപ്പിക്കുന്ന അത്ഭുത സിദ്ധികളും അനുഗ്രഹങ്ങളൊക്കെ തങ്ങളുടേതാക്കിയിട്ട് അവതരിപ്പിച്ചിട്ട് അതിനെ ഒരു ഭൗതിക സമ്പാദ്യത്തിൻ്റെ വിഭവമാക്കി മാറ്റുന്ന അവസ്ഥയാണ്. അതേസമയം നോക്കി നിങ്ങൾ നബിമാരുടെ ഒരു മാതൃകയും മര്യാദയും. ഇനി നോക്കി ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം, വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിന സിജ്ൻ. വഖദ് അഹ്സന ബി എന്താണ് ഇവിടെ റബ്ബി എന്ന് പറഞ്ഞല്ലേ, എൻ്റെ റബ്ബ്. ഖദ് അഹ്സന ബി എന്താണ്, എനിക്ക് സുഹൃതം ചെയ്തു, നന്മ ചെയ്തു. ഖദ് അഹ്സന ബി എപ്പോൾ, ഇത് അഖ്റജനി മിന സിജ്ൻ. എന്താ ഇത് അഖ്റജനി എന്നാണ് എന്നെ പുറത്തേക്കെടുത്തു. എവിടുന്ന്? മിന സിജ്ൻ, ജയിലിൽ നിന്ന് എന്നെ പുറത്തേക്കെടുത്ത സമയം ഖദ് അഹ്സന ബി, എൻ്റെ റബ്ബ് എനിക്ക് വലിയ സുഹൃതം ചെയ്തു, നന്മ ചെയ്തു എന്ന് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് സമ്മതിക്കുകയാണ്, എഗ്രി ചെയ്യാണ്. മാത്രമല്ല വജാഅ ബിക്കും മിനൽ ബദു, വജാഅ ബിക്കും നിങ്ങളെ കൊണ്ടുവരികയും ചെയ്തു, മിനൽ ബദു ബദുവിൽ നിന്ന്. മിനൽ ബദു എന്നാണ്, ബദു എന്താ?
ബദു ബാദിയ. ബാദിയ എന്ന് പറഞ്ഞാൽ ഗ്രാമീണത. ബദുവ് അതാണ് ബാദിയ. എന്താ ബാദിയത്ത്? മൂന്നാറോ? ഉൾനാട്. ഞാൻ മൂന്നാറെന്നാണ് കേട്ടത്. മൂന്നാറിൽ അങ്ങനത്തെ സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലയോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലയുടെ ശിഷ്യൻ ഷുറൈഹ് ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളിൽ പ്രസിദ്ധനാണ് ഷുറൈഹ് ഇബ്നു ഹാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. ഷുറൈഹ് ഇബ്നു ഹാനി, ഇദ്ദേഹത്തിൻ്റെ വാപ്പ ഹാനി ഇബ്നു യസീദ് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അബുൽ ഹക്കം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ഹക്കം എന്നുള്ള വിളി തിരുത്തിയിട്ട് പറഞ്ഞ് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം മൂത്ത മകൻ ആരെന്ന് ചോദിച്ചു. മൂത്ത മകന് ഷുറൈഹ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു അൻത അബൂ ഷുറൈഹ് എന്ന് പറഞ്ഞു. അൻത അബൂ ഷുറൈഹ് എന്ന് പറഞ്ഞു. ഈ ഒരു പരാമർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷുറൈഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷുറൈഹിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയോ ഷുറൈഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സഹാബിയല്ല, താബിയാണ്. പക്ഷേ താബി എന്ന് പറഞ്ഞാൽ നോക്കിയേ എത്ര ഉയർന്ന താബിയാണ്. ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് ഈ ഷുറൈഹ് ഇബ്നു ഹാനിനെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഷുറൈഹ് ഇബ്നു ഹാനി ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്, പിന്നെ ഹൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദു, ഹൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യബ്ദു എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ്. ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയൊക്കെ പട്ടണമല്ലേ, അപ്പോൾ ഈ ഗ്രാമീണതയിലേക്ക് പോകുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അൽ ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹബു ഇലാ ഹാദിഹി തിലാ, റസൂലുള്ള തിലാഴിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ്. തിലാഴ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമുള്ള സ്ഥലം, വെള്ളമൊക്കെ വന്നിട്ട് ചാടൂലേ, അവിടേക്ക് പോകാറുണ്ട് എന്നാണ്. തിലാ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചാടുന്ന സ്ഥലം ഉണ്ടാവില്ലേ കാണാൻ, വെള്ളച്ചാട്ടം, അവിടെ കുഴിയൊക്കെ ഉണ്ടാവില്ലേ, മുങ്ങാനും ചാടാനൊക്കെ പോവില്ലേ. റസൂലുള്ള തിലായിലേക്ക് പോകാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദുവിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാം. ബുദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാമീണ സ്ഥലങ്ങൾ, ഇപ്പോൾ കണ്ടില്ല ആളുകൾ ഇങ്ങനെ പിന്നെ കാലാവസ്ഥ ഇങ്ങനെ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ടെൻ്റൊക്കെ കെട്ടിയിട്ട് പാർക്കില്ലേ, ആ രീതി അതിലാണ്. അങ്ങനെ പോകാറുണ്ട് എന്നാണ്. അപ്പോൾ റസൂലുള്ള പോകാറുണ്ട്, ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ബുദുവിലേക്ക് പോയി, ഭാര്യമാരെ കൊണ്ടുപോയി, എല്ലാവർക്കും നല്ല ഓരോ ഒട്ടകങ്ങളെ കൊടുത്ത് എനിക്കൊരു ഒട്ടകത്തെ തന്നു. അത് എനിക്ക് തന്ന ഒട്ടകം ആദതുൻ സാബായിരുന്നു എന്നാണ്, മെരുക്കല്ലാത്ത ഒട്ടകമായിരുന്നു എന്നാണ്. ആരും അതിനെ മെരുക്കിയിട്ടില്ല സവാരി ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു ഒട്ടകത്തെയാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ഈ ഒട്ടകത്ത് ഞാൻ അതിന് കയറി പോകണ്ടേ, എങ്ങനെയാലും ഒട്ടകം മെരുങ്ങൂല. അപ്പം ഞാൻ എന്ത് ചെയ്തൊരു വടി എടുത്തിട്ട് അതിനെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ അലൈക്ക് ബിർരിഫ്ഖ്, നിങ്ങൾ മൃദുലത കാണിക്കണം. ഫൈനർ റിഫ്ഖ ഇദാ വാഫഖ ഷൈഅൻ ഇല്ല സാനഹു വൈദാ നുസിയ മിൻ ഷൈഇൻ ഇല്ല ഷാനഹു എന്നൊക്കെ പറഞ്ഞതാണ്. അതായത് സൗമ്യ സമീപനം അത് ഏതൊന്നിനോട് ഒത്തു വന്നാലും അത് അലങ്കൃതമായിരിക്കും. സൗമ്യ സമീപനം ഒന്നിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാകും. ഈ മൃഗങ്ങളോട് നിങ്ങൾ സൗമ്യമായി പെരുമാറണം, അടിക്കല്ലിയും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഏതായാലും അവിടെ ഭാര്യമാർക്കൊക്കെ ഒരു ഒട്ടകം കൊടുത്തിട്ട് അവരോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്ക് പോയിരുന്നു, ബദുവിലേക്ക് പോയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദു തിലാവിൻ്റെ സ്ഥലത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. അത് ജലപ്രവാഹം വരുന്നിടത്ത് പോയിരുന്നു എന്നിട്ട് അതിന് മനസ്സിലാക്കരുത്. ഇപ്പോൾ ആളുകൾക്കൊരു ട്രെൻഡാണത്. മഴ പെയ്യുന്ന സമയം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ വാദിയിൽ പോയിട്ട് ജലപ്രവാഹം വരുന്നിടത്ത് പോകും. അത് മഹാ അപകടമാണ്. കാരണം എന്താ, നൊടിയുടെ നേരം കൊണ്ടാണ് വലിയ പ്രവാഹം തീരുക. കാരണം മഴ ഈ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് അതെന്ത് ചെയ്യുക, വാദിയിലേക്ക് വരും. പിന്നെ വാദിയിൽ ഭയങ്കര ഒഴുക്കായിരിക്കും, ആർക്കും നിയന്ത്രിച്ചാൽ കിട്ടില്ല, വലിയ പ്രവാഹം പെട്ടെന്ന് ഉണ്ടാകും. ആളുകൾ അപകടത്തിൽപ്പെട്ടതൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. വളരെ വലിയ മുന്നറിയിപ്പാണ് ഇവിടെ ദിഫാഉൽ മദീനയൊക്കെ നൽകാറ്. അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുന്നത് സമ്മതിക്കൂല. അത് വേറെ ഇത് വേറെ. ഇതെന്താണ്, ഇത് ആളുകൾക്ക് പോയിരിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ഒക്കെ തരപ്പെടുന്ന രീതിയിലുള്ളതായ വെള്ളച്ചാട്ടങ്ങൾ, അതേപോലെ തന്നെ തികച്ചും ഗ്രാമീണമായിട്ടുള്ള സാഹചര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ബദു. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വഖദ് അഹ്സന ബി ഇത് അഖ്റജനി മിന സിജിൻ, ജയിലിൽ നിന്ന് എന്നെ പുറത്തെടുത്ത സമയം എന്നോട് റബ്ബ് വലിയ നന്മയാണ് എനിക്ക് ചെയ്തത്.
സുഹൃതമാണ് ചെയ്തത്. വജാ ബിക്കും മിനൽ ബദു, നിങ്ങളെ ബദുവിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തപ്പോൾ. എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി ഇവിടെ പറയുന്നത് എന്നെ സിജിനിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ എന്നാണ് പറഞ്ഞത്. ഈ പുറത്തെടുക്കലാണോ പ്രധാനം? അതല്ല, ഇവിടെ എന്താ ഒരു വിഷയമുള്ളത്? ഇത് അഖ്റജനി മിനൽ ജുബ്. ജുബ് എന്താ? നമ്മൾ പറഞ്ഞ ജുബ് കിണറാണ്. എങ്ങനത്തെ കിണർ? ആഴമുള്ള കിണർ. ഫി ഖയാബത്തിൽ ജുബല്ലേ. ജുബ് പറഞ്ഞാൽ തന്നെ പിന്നെ പാമ്പേരി ഇല്ലാത്ത കിണറാണ്. പാമ്പേരി ഇല്ലാത്ത പറഞ്ഞാൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കയറാൻ പറ്റൂല. മണ്ണ് വെട്ടിയ വലിയൊരു കുഴി, അതാണ് ജുബ്. അതുകൊണ്ടാണ് ജുബ് എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ ബീറാണ്, പാമ്പേരി ഉണ്ടാവും, പിടിച്ച് കയറാൻ പറ്റും. ഇത് പിടിച്ച് കയറാൻ പറ്റൂല, ഇങ്ങനെ ആയത്തിലൊരു കുഴിയാണ്. അതിലേക്കല്ല ഇട്ടത്. പിന്നെ ഫി ഖയാബത്തിൽ ജുബാണ്, കിണറിൻ്റെ ആഴിയിലേക്കാണ് ഇട്ടത്. അപ്പോൾ പിടിച്ച് കയറാനും പറ്റൂല, പിന്നെ വിളിച്ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് ഖയാബത്തിലാണുള്ളത്, ആഴത്തിലാണുള്ളത്. അപ്പോൾ ആ ആഴത്തിലുള്ള ജുബിൽ നിന്ന് പുറത്തെടുത്തത് എന്നിവിടെ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഇത് അഖ്റജനിമിനെ സിജിൻ എന്നാണ് പറഞ്ഞത്. എന്നെ സിജിനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ വാപ്പ അള്ളാഹു എന്നോട് ചെയ്ത് വലിയ നന്മയാകുന്നു, അനുഗ്രഹമാകുന്നു എന്നാണ് പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്പനോട്. അപ്പോൾ വാപ്പയും മക്കളും തമ്മിലുള്ള ഒരു വിഷയമുണ്ട് കേട്ടോ അവിടെ. ഒരു മകൻ്റെ സന്താപവും സന്തോഷവും ഒരുപോലെ എന്ത് ചെയ്യാണ്? വാപ്പനോട് ഇരുന്ന് പറയാണ്. അത് പിന്നെ വാപ്പനോട് പ്രത്യേകം വളരെ ഓമനിച്ച് പറയാണ്. അവിടെ എന്തുകൊണ്ടാണ്, അതെൻ്റെ ചോദ്യം, എന്നെ ആ കിണറ്റിൻ്റെ ആഴിയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ എന്നോട് വലിയ നന്മയാണ് ചെയ്തതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? വാപ്പ അറിയണ്ടെന്ന് വാപ്പ അറിഞ്ഞ വിഷയമല്ലേ അല്ലേ? അതൊന്നല്ല. സഹോദരന്മാർ അതാണ് സഹോദരന്മാർ അവിടെ ഉണ്ട്. സഹോദരന്മാർ അവിടെ ഉണ്ട്. കാരണം സഹോദരന്മാരോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലാ തസ്രീബ അലൈക്കും വല്യവും യഗ്ഫിറുല്ലാഹു ലക്കും. ഇന്നേ ദിവസം നിങ്ങളോട് എന്തില്ല, ഒരാക്ഷേപ സംസാരമില്ല, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒന്നും പറയുന്ന പ്രശ്നമല്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാപ്പ എന്നെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൻ്റെ ആഴിയിലേക്കിട്ട്, അതിനൊരു പാമ്പേരി പോലും ഉണ്ടായിരുന്നില്ല, എൻ്റെ വസ്ത്രം കൂടി മുരിഞ്ഞിട്ടാണ് അവരെന്നെ അതിലേക്ക് ഇട്ടത്. അവിടുന്ന് പഠിച്ചോ എന്നെ പുറത്തെടുത്തപ്പോൾ എന്നോട് അഹ്സൻ നബി എന്ന് പറഞ്ഞെങ്കിൽ അതെന്താണ്? ആ സഹോദരങ്ങളുടെ മനസ്സിൽ മുളക് തേക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ഇത് അഖ്റജനി മിനസ്സിജ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലേ? പിന്നെ മാത്രമല്ല, ഇത് ഒരു സന്തോഷത്തിൻ്റെ കൂടിച്ചേരലാണ് അല്ലേ? ഇതൊരു സന്തോഷത്തിൻ്റെ കൂടിച്ചേരലാണ്. എത്ര കാലമായി വേർപിരിഞ്ഞിട്ട്? വാപ്പയും ഉമ്മയും സഹോദരങ്ങൾ 12 പേരും ദീർഘനാളത്തെ വേർപിരിയലിന് ശേഷം കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടൽ അത് പൂർണ്ണമായിട്ടെന്താണ്? സന്തോഷപ്രദമാകണം. അവിടേക്ക് ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? ഖയാബത്തിൽ ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നഞ്ഞു നാനായി വേണ്ട, അതൊന്നായിട്ട് എന്തായും കടലാവും അല്ലേ? സന്തോഷം തളം കെട്ടിയിട്ടതിന് പകരം സന്താപമായി മാറും, സങ്കടമായി മാറും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയല്ലേ ആ ഒരു വിഷയം പറയാതിരുന്നത്. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ജുബിൽ എത്ര കിടന്നത്? ഖയാബത്തുൽ ജുബിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നത് എത്ര? ഒരു പരിമിതമായ സമയമാണ്, കുറച്ച് സമയമാണ്. അതേസമയം സിജിനിൽ കിടന്നത് എത്രയാണ്? ഫലബിസ ഫി സിജിനി ബിദ്അ സിനീൻ. അതെപ്പോൾ? കുറേ സിനീൻ കടന്നതിന് ശേഷം, കുറേ വർഷങ്ങൾ കടന്നതിന് ശേഷം, പിന്നെ ഉണ്ടല്ലോ പിന്നെ സ്വപ്ന വ്യാഖ്യാനമൊക്കെ പറഞ്ഞതിന് ശേഷം അയാളെ പുറത്ത് വിട്ടില്ലേ, അതിന് ശേഷം ഫലബിസ ഫി സിജിനി ബിദ്അ സിനീൻ എന്നാണ്. 7 വർഷം പിന്നെ കടന്നു എന്നാണ്. ജയിലിൽ കിടന്നത് വർഷങ്ങളാണ്. അപ്പോൾ ഈ ജയിലിൽ കിടന്നതിനെ അപേക്ഷിച്ച് കിണറ്റിൽ കിടന്നത് തുലവും കുറവാണ് സമയം. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ കിടന്നത് പ്രത്യേകം എന്താണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതാനുഭവത്തിൽ ഒരു കടുത്ത പരീക്ഷണമാണ്. അത് കാരണത്താണ് ഇത് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ശരി എന്താണ്? ശരി നമ്മൾ ആദ്യം പറഞ്ഞത് സഹോദരന്മാർക്ക് മനസ്സിൽ നോവേൽക്കുന്ന, അതേപോലെ തന്നെ ആ സ്നേഹസംഗമം അതിനെ പിന്നെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള ഒരു പരാമർശവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയില്ല എന്നുള്ളതാണ്. വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ്സിജിൻ വജാഅ ബികും മിനൽ ബദ്വി. ബദുവിൽ നിന്ന്, ബദു എന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രാമീണത അല്ലെങ്കിൽ നാട്ടിൻപുറം, നാട്ടിൻപുറത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന്. ഒരു ഹദീസില്ലേ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹാദിരി ലിൽ ബാദ്. ബൈഉൽ ഹാദിർ എന്താ? ബൈഉൽ ഹാദിർ പറയും, ഹാദിർ കച്ചവടം ചെയ്യുക ആരുമായിട്ട്? ലിൽ ബാദ്,
ബാദി പറഞ്ഞാൽ ഗ്രാമീണ. നാട്ടിലുള്ളവൻ നാട്ടിൻ പുറത്തുള്ളവർക്ക് വിൽക്കുന്നതും വാങ്ങുന്നതും റസൂലുള്ളാഹി വിരോധിച്ചു എന്നാണ് ഹദീസ്. വലിയ പ്രസിദ്ധമായ ഹദീസാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു അൻ ബൈഇൽ ഹാദിർ, ഹാദിർ വിൽക്കുന്നത് വാങ്ങുന്നത്, ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കലും കൊള്ളലും, വിൽക്കലും വാങ്ങലും, അത് വിരോധിച്ചു. ആർക്ക്? ലിൽ ബാദ്, വധുവിൻ്റെ വധുക്കൾക്ക്. ബാദിയിൽ നാട്ടിൻ പുറത്ത് താമസിക്കുന്നവർക്ക്, നാട്ടിൽ താമസിക്കുന്നവർ വിൽക്കുന്നതും വാങ്ങുന്നതും വിരോധിച്ചു എന്നാണ്. അതെന്തുകൊണ്ട്? പറ്റിക്കപ്പെടുന്നുള്ളത് കൊണ്ട്. നാട്ടിലുള്ളവർക്ക് യഥാർത്ഥ വില അറിയാം, ഇറ്റയ്ക്ക് വില അറിയില്ല, വില അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറ്റിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ വിൽപ്പന നടത്തുന്നത് വിരോധിച്ചത്. അതേസമയം ഇവർക്ക് വില അറിയുകയും അവർ നാട്ടിലെത്തിയിട്ട് കാര്യങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽക്കുന്നതിന് പ്രശ്നമല്ല. അതേപോലെ തന്നെ ഈ തലക്കി അറുക്കബ് എന്ന് പറയും. തലക്കി അറുക്കബ് റസൂലുള്ളാഹി വിരോധിച്ച മറ്റൊരു സംഗതിയാണ് ഇതേപോലെ തലക്കി അറുക്കബ്, അല്ലെങ്കിൽ തലക്കി അൽ ജലബ് എന്ന് പറയും. അതെന്താ തലക്കി അൽ ജലബ് എന്ന് പറയുന്നത്? ഇതേപോലെയാണ്. ഗ്രാമീണർ ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ വൈക്ക ചെന്നിട്ട് അത് ആര് വാങ്ങുക? ഈ പട്ടണവാസികൾ വാങ്ങുക. അത് വിരോധിക്കപ്പെട്ടതാണ്. കാരണം എന്താ? അവർ പറ്റിക്കപ്പെടും. കാരണം ഇവർ ഗ്രാമത്തിലുള്ളവരാണ്, അവർക്ക് അതിൻ്റെ വില അറിയില്ല. അവരിതായിട്ട് വരുമ്പോൾ നാട്ടിലുള്ളവർ അവിടെ വഴിയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഗ്രാമീണർ. അതുകൊണ്ട് തന്നെ അത്തരം വിൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഞാനിവിടെ പറഞ്ഞത് ഈ ബൈഉൽ ഹാദിർ ലിൽ ബാദ് എന്നുള്ള ഈ ബാദ് എന്താണ്? ബദുവിൽ താമസിക്കുന്ന ആളുകളാണ്. ബഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി വജാഅ ബികും മിനൽ ബദ്. നമുക്ക് ഇൻഷാ അല്ലാഹ് മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. കുറച്ച് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാവാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.